Hello friends, welcome back to another series of video from Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 1 ബയോളജി ചാപ്റ്റർ 3 പ്ലാന്റ് കിങ്ഡം. അതിൽ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് ജിംനോസ്പേംസ് ആണ്. അപ്പം ജിംനോസ്പേംസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജിംനോസ്പേം, ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പേം ആൻഡ് എക്സാമ്പിൾസ് ഫോർ ജിംനോസ്പേം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാന്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച്. പ്ലാന്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫെനറോഗ്യാംസ്. ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നത് സീഡ്ലെസ് പ്ലാന്റ്സ് ആയിരിക്കും. ഫെനറോഗ്യാംസ് എന്ന് പറയുന്നത് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിരിക്കും. സോ ക്രിപ്റ്റോഗ്യാംസിൽ വരുന്ന മെമ്പേഴ്സ് ആയിട്ടുള്ള ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ഇത്രയും ടോപ്പിക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ആണ്. ഇതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിംനോസ്പേംസ് ആണ്. ഫെനറോഗ്യാംസ് എന്ന് പറയുന്നത് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. അതിൽ വരുന്ന 2 ഗ്രൂപ്പ്സ് ആണ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അപ്പം ഈ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ, ജിംനോസ്പേംസ് എന്ന് പറയുന്നത് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ജിംനോസ്പേംസ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ ആ സീഡ്സ് നേക്കഡ് സീഡ്സ് ആയിരിക്കും. അതായത് സാധാരണ നമ്മൾ അധികം കാണുന്ന പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഉണ്ടാവുക? സീഡ് ഉണ്ടാവും, അതിന് ചുറ്റും കവർ ചെയ്തുകൊണ്ട് ഒരു ഫ്ലഷി കോട്ടിംഗ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാംഗോ, വാട്ടർമെലൺ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിനുള്ളിലായിരിക്കും സീഡ് കാണാൻ പറ്റുന്നത്. എന്നാൽ ജിംനോസ്പേമിന് ഒരു പ്രത്യേകതയുണ്ട്. ജിംനോസ്പേംസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവരുടെ സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫ്ലഷി കോട്ടിംഗ് കാണാൻ പറ്റില്ല. ആൻഡ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ജിംനോസ്പേംസ് അതേസമയം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെനറോഗ്യാംസിലെ ജിംനോസ്പേംസിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ജിംനോസ്പേംസിനെ എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ജിംനോസ്പേംസിനെ നമുക്ക് ഡിഫറെന്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എവറസ്റ്റ്, ഹിമാലയ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജിംനോസ്പേംസിനെ കാണാൻ പറ്റും. ഇവൻ നമ്മൾ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയാറില്ലേ, അതും ഒരു ജിംനോസ്പേമിന് എക്സാമ്പിൾ ആണ്. ഇതുകൂടാതെ ടെമ്പറേറ്റ് റീജിയൻസിലും നമുക്ക് ജിംനോസ്പേംസിനെ കാണാൻ പറ്റും. ജിംനോസ്പേംസിന് അതിന്റെ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ജിംനോസ് മീനിങ് നേക്കഡ് ആൻഡ് സ്പെർമ മീനിങ് സീഡ്സ്. ദാറ്റ് ഈസ് ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ജിംനോസ്പേംസിന് ആ ഫ്ലഷി കവറിങ് ഇല്ലാത്തത്? അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആ പെർട്ടിക്കുലർ പാർട്ട് ഈ ജിംനോസ്പേംസിന് ഇല്ലാത്തത്? ബിക്കോസ് ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള കവറിംഗ് ആണ് ഓവ്യൂൾ. ഈ ഓവ്യൂൾ ആണ് പിന്നീട് സീഡായിട്ട് മാറുന്നത്. ഇതിന് പുറമെ ഉള്ള കവറിംഗ് ആണ് ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിയാണ് പിന്നീട് ഫ്ലഷി അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സീഡിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള പാർട്ടായിട്ട് മാറുന്നത്. എന്നാൽ ജിംനോസ്പേംസിൽ ഈ ഓവറി എന്ന് പറയുന്ന സ്ട്രക്ചർ തന്നെ ഫോം ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അവർക്ക് എംബ്രിയോ അതിനെ കവർ ചെയ്തുകൊണ്ട് ഓവ്യൂൾ എന്ന സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓവറി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. സോ ഇത് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതിന് നമുക്ക് ഇവരുടെ ലൈഫ് സൈക്കിൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം അത് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിൽ പഠിക്കാം. ഈ ജിംനോസ്പേംസിന് 3 എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദേ ആർ സൈക്കസ്, പൈനസ് ആൻഡ് ജിങ്കോ പ്ലാന്റ്സ്. ഇതിൽ സൈക്കസ്, പൈനസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജിങ്കോ പ്ലാന്റ്സിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ജിങ്കോ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിമാണ് ജിങ്കോ ബൈലോബ. സോ ജിങ്കോ ബൈലോബയെ യൂഷ്വലി വിളിക്കുന്നത് ലിവിങ് ഫോസിൽ എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും അവരെ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്? യൂഷ്വലി ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ, നമ്മുടെ പൂർവികരുടെ റിമൈനിങ്സിനെയാണ് ഫോസിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരുപാട് വർഷം പഴക്കമുള്ള ബോൺസ്, ലീവ്സ് അല്ലെങ്കിൽ പ്ലാന്റ്, ഇങ്ങനെ ഏതും ആവാം. എന്നാൽ ജിങ്കോ ബൈലോബ എന്ന പ്ലാന്റിനെയാണ് ഇവിടെ ലിവിങ് ഫോസിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണം ഈ ജിങ്കോ ബൈലോബയ്ക്ക് ഒരുപാട് വർഷം മുൻപ് ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഗ്രൂപ്പുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അങ്ങനെ പണ്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു പ്ലാൻ ഗ്രൂപ്പുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നത് കൊണ്ടാണ് ഇവരെ ലിവിങ് ഫോസിൽ എന്ന് അറിയപ്പെടുന്നത്. ഈ ജിങ്കോ പ്ലാന്റിന് മാത്രമല്ല ലിവിങ് ഫോസിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചില ആനിമൽസിനെയും ചില ബേർഡ്സിനെയും ഒക്കെ ഇതുപോലെ ലിവിങ് ഫോസിൽ എന്ന് പറയുന്നുണ്ട്. ലിവിങ് ഫോസിലായിട്ട് അറിയപ്പെടുന്ന ഒരു ആനിമലിനെ കുറിച്ച് നമ്മൾ ആനിമൽ കിങ്ഡം എന്ന നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ഈ പോയിന്റ് ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ജിങ്കോ ബൈലോബ ഈസ് നോൺ ആസ് ദ ഓൾഡസ്റ്റ് ലിവിങ് പ്ലാന്റ് സ്പീഷീസ്. ഇനി നമുക്ക് ജിംനോസ്പേംസിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഈ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഷേപ്പ്, കളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജിംനോസ്പേംസിന്റെ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജിംനോസ്പേംസിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ടാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ 2 ടൈപ്പ് റൂട്ട്സ്
റൂട്ട്സ് ഉണ്ടെന്നൊക്കെ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് ടാപ്പ് റൂട്ട്സ് ആൻഡ് ഫൈബ്രസ് റൂട്ട്സ്, അതായത് താഴ്വേര്, നാരുവേര് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ജിംനോസ്പേംസിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് താഴ്വേരുകളാണ്, ദാറ്റ് ഈസ് ടാപ്പ് റൂട്ട്സ്. ഈ ജിംനോസ്പേംസിൽ തന്നെ ചില ജനീറാസിൽ അവരുടെ റൂട്ട്സിൽ സിംബയോട്ടിക് അസോസിയേഷൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പൈനസ് പ്ലാന്റ്സിൽ മൈക്കോറൈസൽ അസോസിയേഷൻ കാണാൻ പറ്റും. മൈക്കോറൈസൽ അസോസിയേഷൻ മീൻസ് അവിടെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ദാറ്റ് മീൻസ് ഫംഗസും ആയിട്ടാണ് അസോസിയേഷൻ കാണിക്കുന്നത്. ദാറ്റ് ഈസ് മൈക്കോറൈസ ഇസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ചില പ്ലാന്റ്സിൽ ഫോർ എക്സാമ്പിൾ സൈക്കസ്, അവിടെ നമുക്ക് ബാക്ടീരിയൽ അസോസിയേഷൻ കാണാൻ പറ്റും. ഈ ബാക്ടീരിയൽ അസോസിയേഷൻ കാണുന്നത് സൈക്കസിന്റെ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സിലാണ്. ദാറ്റ് ഈസ് അവർക്ക് നോർമൽ റൂട്ട്സും ഉണ്ടാവും, അതുകൂടാതെ തന്നെ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സും ഉണ്ടാവും. ഈ റൂട്ട്സിനെയാണ് കോറലോയിഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിന് കോറലോയിഡ് റൂട്ട്സ് എന്ന് പറയാനും ഒരു കാരണമുണ്ട്. ബിക്കോസ് കോറൽസ് നമുക്കറിയാലോ, പവിഴപ്പുറ്റുകൾ, ഏകദേശം അതുപോലെയാണ് ഈ റൂട്ട്സ് കാണാൻ. സോ ഈ റൂട്ട്സിൽ നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയാസ് ഉണ്ടാവും. ഇവർ സൈക്കസ് പോലെയുള്ള പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു, നൈട്രജൻ പ്ലാന്റ്സിന് നൽകുന്നു. അതേസമയം ഈ പ്ലാന്റ്സ് അവരുടെ റൂട്ട്സിലൂടെ സൈനോ ബാക്ടീരിയാസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. സോ ഇവിടെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ്, അതായത് കോറലോയിഡ് റൂട്ട്സും സൈനോ ബാക്ടീരിയാസും തമ്മിലാണ് അസോസിയേഷൻ കാണിക്കുന്നത്. സോ ജിംനോസ്പേംസിൽ 2 തരം അസോസിയേഷൻ കാണാൻ പറ്റും. റൂട്ട്സ് ആൻഡ് ഫംഗസ്, ദാറ്റ് ഈസ് മൈക്കോറൈസൽ അസോസിയേഷൻ, അത് കാണാൻ പറ്റുന്നത് പൈനസിലാണ്. അതുപോലെ തന്നെ സൈനോ ബാക്ടീരിയാസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കോറലോയിഡ് റൂട്ട്സ്, ഇത് കാണാൻ പറ്റുന്നത് സൈക്കസിലാണ്. അടുത്തത് നമുക്ക് ജിംനോസ്പേംസിന്റെ സ്റ്റെംസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ജിംനോസ്പേംസിന്റെ സ്റ്റെംസ് 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് അൺബ്രാഞ്ച്ഡ് സ്റ്റെംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സൈക്കസ് പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ തെങ്ങ് പോലെയൊക്കെയാണ് അത് ഇരിക്കുന്നത്. അതായത് അത് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പൈനസ് ആൻഡ് സിട്രസ് പ്ലാന്റ്സ് ഒക്കെ ഈ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പൈൻ ട്രീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പൈൻ ട്രീസ് ഒക്കെ ബ്രാഞ്ച്ഡ് ആണ്. സോ 2 ടൈപ്പ് ഓഫ് സ്റ്റെംസ് കാണാൻ പറ്റും, ബ്രാഞ്ച്ഡ് ആൻഡ് അൺബ്രാഞ്ച്ഡ്. ബ്രാഞ്ച്ഡിന് എക്സാമ്പിൾ ആണ് പൈനസ് ആൻഡ് സിട്രസ് പ്ലാന്റ്സ്, ആൻഡ് അൺബ്രാഞ്ച്ഡിന് എക്സാമ്പിൾ ആണ് സൈക്കസ്. നെക്സ്റ്റ് ഇവരുടെ ലീവ്സിന്റെ പ്രത്യേകത നോക്കാം. ലീവ്സ് സിമ്പിൾ ആയിട്ട് ഒറ്റ ലീവ്സ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ട് ഈ കൂട്ടങ്ങളായിട്ടുള്ള അറേഞ്ച്മെന്റും കാണാൻ പറ്റും. സൈക്കസിലെ ലീവ്സ് ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ ഓലയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. അത് കോമ്പൗണ്ട് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് ലീവ്സ് വരുന്ന അറേഞ്ച്മെന്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് അറേഞ്ച്മെന്റ്. അതിൽ തന്നെ ഈ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നേറ്റ്ലി ആണ്. ഈ പിന്നേറ്റ്ലി ആൻഡ് പാമേറ്റ്ലി അങ്ങനെയുള്ള ഒരുപാട് ലീവ്സിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ സൈക്കസിലെ ലീവ്സ് പിന്നേറ്റ്ലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈക്കസിന്റെ ലീവ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഒരുപാട് വർഷം അങ്ങനെ തന്നെ നിൽക്കും. പെട്ടെന്ന് നശിച്ചു പോവാത്ത ലീവ്സ് ആണ് സൈക്കസിന്റെ ലീവ്സ്. മാത്രമല്ല ഇങ്ങനെയുള്ള പ്ലാന്റ്സ്, അതായത് ജിംനോസ്പേംസ് എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരുന്നവരാണ്. സോ ഇവരുടെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവരുടെ ലീഫ് വളരെ തിന്നായിരിക്കും, അല്ലെങ്കിൽ നീഡിൽ പോലെ ഒരു സൂചി പോലെയൊക്കെയാണ് ഇവരുടെ ലീഫ് ഉണ്ടാവുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീഡിൽ പോലെയുള്ള ലീവ്സ് ആകുമ്പം ഇവരുടെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യും. അതിലൂടെ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്പിരേഷൻ മീൻസ് വാട്ടർ എക്സസ് ആയിട്ട് സ്റ്റൊമാറ്റോ വഴി പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അത് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ ലീവ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി കോട്ടിംഗ് ആണ്. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് സങ്കൺ സ്റ്റൊമാറ്റ. സങ്കൺ സ്റ്റൊമാറ്റ മീൻസ് യൂഷ്വലി സ്റ്റൊമാറ്റാസ് ഉണ്ടാവുന്നത് പ്ലാന്റ് ലീഫിന്റെ അടിവശത്തായിട്ട് എപ്പിത്തീലിയൽ സെൽസിലാണ് സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. എന്നാൽ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഈ പ്ലാന്റിന്റെ അടിവശത്ത് ഒരു പിറ്റ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുഴി പോലെ ഉണ്ടാവും. അതിനുള്ളിലാണ് ഈ സ്റ്റൊമാറ്റ കാണപ്പെടുക. അങ്ങനെയുള്ള സ്റ്റൊമാറ്റാസിനെയാണ് സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ചെറിയൊരു പിറ്റ് പോലെ അതിനുള്ളിൽ സ്റ്റൊമാറ്റ വരുന്നത് കൊണ്ടുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റുമുള്ള എയർ സർക്കുലേഷൻ കുറയ്ക്കാൻ പറ്റും. സ്റ്റൊമാറ്റയുടെ ചുറ്റും ചൂട് കൂടുതലാണെങ്കിലാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്നതും ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ സങ്കൺ സ്റ്റൊമാറ്റ, ഒരു പിറ്റിനുള്ളിലാണ് സ്റ്റൊമാറ്റ ഉള്ളതെങ്കിൽ ഈ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റും ഒരു തണുപ്പുള്ള മോയ്സ്ചറുള്ള കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ചൂട് കുറവുള്ള ഒരു ക്ലൈമറ്റ് ഈ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ മൈക്രോ ക്ലൈമറ്റ്. ചെറിയൊരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്ലൈമറ്റാണ് മൈക്രോ ക്ലൈമറ്റ്. അങ്ങനെ വരുമ്പം ഈ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റും ഒരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്നില്ല, ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ പ്ലാന്റിനുള്ളിലുള്ള വാട്ടർ പുറത്തേക്ക് പോകുന്നില്ല. സോ ഈ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റും ഒരു മൈക്രോ ക്ലൈമറ്റ് രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജിംനോസ്പേമിൽ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ലീഫിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് തിക്ക് ക്യൂട്ടിക്കിൾ, സെക്കൻഡ് സങ്കൺ സ്റ്റൊമാറ്റ ആൻഡ് നീഡിൽ ലൈക്ക് ലീഫ്. സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്ഷൻ പഠിക്കാം. ജിംനോസ്പേംസ് എന്ന് പറയുന്നത് ഹെട്രോസ്പോറസ് ആണ്. ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെട്രോസ്പോറസിന്റെ മീനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജിംനോസ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് സ്പോർസ് ആണ് മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർ. മൈക്രോസ്പോർസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിൽ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ മെയിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെഗാസ്പോറോഫിൽ, മെഗാസ്പോർ ഇതെല്ലാം ഫീമെയിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. മൈക്രോസ്പോർസ് മെയിൽ സ്പോർ ആയിരിക്കും, മെഗാസ്പോർ എന്ന് പറയുന്നത് ഫീമെയിൽ സ്പോർ ആയിരിക്കും. സോ ഈ മൈക്രോ മെഗാ ടേം നമ്മൾ പഠിച്ചിരിക്കണം. മൈക്രോ ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു മെയിൽ ആൻഡ് മെഗാ ഈസ് റിലേറ്റഡ് ടു ഫീമെയിൽ. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. അതായത് മൊണീഷ്യസ് ആൻഡ് ഡൈഷ്യസ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. മൊണീഷ്യസ് മീൻസ് അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് സെയിം പ്ലാന്റിലായിരിക്കും ഉണ്ടാവുക. അതായത് ആൺ പെൺ ആ 2 റീപ്രൊഡക്റ്റീവ് പാർട്സുകളും സെയിം പ്ലാന്റിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഡൈഷ്യസ് കണ്ടീഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും ഉണ്ടാവുക. ഈ മൊണീഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് പൈനസ് ആൻഡ് ഡൈഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് സൈക്കസ്. സോ മൊണീഷ്യസിൽ ഒരു പ്ലാന്റിൽ തന്നെ 2 റീപ്രൊഡക്റ്റീവ് പാർട്സും മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് കാണാൻ പറ്റും. ഡൈഷ്യസിൽ ഈ 2 റീപ്രൊഡക്റ്റീവ് പാർട്ടും 2 ഡിഫറെന്റ് പ്ലാന്റ്സിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നമുക്കൊരു മൊണീഷ്യസ് പ്ലാന്റിന്റെ ബേസിൽ ഇവരുടെ ലൈഫ് സൈക്കിൾ പഠിക്കാം. സോ മൊണീഷ്യസ് മീൻസ് അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് സെയിം പ്ലാന്റിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് മൊണീഷ്യസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് പൈനസ് ആണ്. സോ നമ്മളിപ്പോൾ പൈനസിന്റെ റീപ്രൊഡക്ഷൻ പഠിക്കുകയാണെന്ന് ഓർക്കുക. സോ ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് കോൺസ് എന്ന് പറയുന്നത്. കോൺസ് ഓർ സ്ട്രോബിലസ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രോബിലൈ എന്ന ടേം ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് സ്ട്രോബിലൈയിൽ തന്നെ പഠിക്കാം. സോ മെയിൽ കോൺസ് സ്മോൾ ഇൻ സൈസ് ആയിരിക്കും ആൻഡ് ഫീമെയിൽ കോൺസ് ആർ ലാർജ് ഇൻ സൈസ്. അവരുടെ സൈസിന്റെ ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് മെയിൽ കോൺ ഏതാ ഫീമെയിൽ കോൺ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റും. സോ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോസ്പോറോഫിൽ ആൻഡ് മെഗാസ്പോറോഫിൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് മൈക്രോസ്പോറോഫിൽ അല്ലെങ്കിൽ മെഗാസ്പോറോഫിൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന്റെ ഒരു ക്ലസ്റ്റർ ആണ് മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺസ്. സോ മെയിൽസ് എപ്പോഴും മൈക്രോ സ്മോൾ ഇൻ സൈസ് ആണല്ലോ. സോ മെയിൽ കോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോസ്പോറോഫിൽ വെച്ചിട്ടാണ്, ഫീമെയിൽ കോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് മെഗാസ്പോറോഫിൽ വെച്ചിട്ടാണ്. സോ നമുക്ക് ആദ്യം മെയിൽസിന്റെ സ്ട്രക്ചർ നോക്കാം. ഈ മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ രണ്ടും 2n കണ്ടീഷനിലാണ്. അതായത് അവർ ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. അപ്പം മെയിൽ കോൺസ് ഡിപ്ലോയിഡ് ആയിരിക്കും, അതിനുള്ളിലുള്ള മൈക്രോസ്പോറോഫിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ആൻഡ് ഈ മൈക്രോസ്പോറോഫിലിനുള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നത്. സോ ഈ മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത് ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഉള്ളിലായിരിക്കും. മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ മൈക്രോസ്പോർ മദർ സെല്ല് ഫോം ചെയ്യും. സോ ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിക്കും. ഈ മിയോസിസ് സംഭവിക്കുമ്പോൾ 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. ഈ മൈക്രോസ്പോർസ് ആണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമറ്റ്സ് ഫോം ചെയ്യുന്നത്. മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചതിന് ശേഷം ഫോം ചെയ്യുന്ന എല്ലാ സ്ട്രക്ചേഴ്സും എൻ കണ്ടീഷനിലായിരിക്കും. ദാറ്റ് ഈസ് മൈക്രോസ്പോർ, അതിനുശേഷമുള്ള മെയിൽ ഗാമറ്റ്സ് ഇതെല്ലാം എൻ കണ്ടീഷനിലായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെയാണ് ഫീമെയിൽ കോൺസ് ഓർ സ്ട്രോബിലസ്. ഈ ഫീമെയിൽ സ്ട്രോബില ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഈ സ്ട്രക്ചേഴ്സ് ആണ് മെഗാസ്പോറോഫിൽ. സോ ഈ മെഗാസ്പോറോഫിൽ എപ്പോഴും 2n കണ്ടീഷനിലാണ്. ഈ മെഗാസ്പോറോഫിലിന്റെ ഉള്ളിലാണ് ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത്. ഈ ഒവ്യൂൾസിന്റെ ഉള്ളിലാണ് മെഗാസ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നത്. സോ ഈ മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലായിരിക്കും. ആൻഡ് ഈ മെഗാസ്പോർ മദർ സെല്ലിന് മൈക്രോസ്പോർ മദർ സെല്ലിന് സംഭവിച്ച പോലെ തന്നെ മിയോസിസ് സംഭവിക്കുന്നു. മിയോസിസ് സംഭവിച്ച് 4 ഹാപ്ലോയിഡ്
മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന 4 മെഗാസ്പോർസിൽ 3 ഡീജനറേറ്റ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. ഒരു മെഗാസ്പോർ മാത്രം അവശേഷിക്കുന്നു. ഈ മെഗാസ്പോർ ആണ് പിന്നീട് ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ മെഗാസ്പോറിന്റെ ഉള്ളിലായിരിക്കും ഗാമറ്റ്സ് ഫോം ചെയ്യുന്നത്. സോ ഈ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനുള്ളിലാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഫീമെയിൽ ഗാമറ്റിൽ ഒന്നിൽ കൂടുതൽ ആർക്കിഗോണിയാസ് ഫോം ചെയ്യും. ദെർഫോർ ഈ ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലായിരിക്കും ഗാമറ്റ്സ് ഫോം ചെയ്യുന്നത്. ഫീമെയിൽ ഗാമറ്റ്സിനെയാണ് എഗ് എന്ന് പറയുന്നത്. ഇതിനുശേഷം ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുന്നത് മെയിൽ ഗാമറ്റ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഗ്യാമറ്റ്സിൽ എത്തുമ്പോഴാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമറ്റ്സ് പോളിനേഷൻ പ്രോസസ്സിലൂടെ ഫീമെയിൽ ഗ്യാമറ്റ്സിൽ എത്തുന്നു. ഇവിടെ വെച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് N കണ്ടീഷനിലാണ്. അപ്പം അവർ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പം N+N 2N കണ്ടീഷനിലുള്ള സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ദാറ്റ് മീൻസ് സൈഗോട്ട് ഫോം ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ് നടക്കുന്നത് ഓവ്യൂളിന്റെ ഉള്ളിലാണ്. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിന് ചുറ്റും ഉണ്ടായിരുന്ന ഓവ്യൂള് ഒരു സീഡായിട്ടും ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് ഇതിന് ചുറ്റും ഫോം ചെയ്യാത്തതെന്ന്. കാരണം ഈ സ്ട്രക്ചറിന് എംബ്രിയോ ആൻഡ് ഒവ്യൂള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒവ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് മറ്റൊരു സ്ട്രക്ചർ ഇല്ല. സോ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ സീഡ് കോട്ട് മാത്രമുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇവരെ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.